ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ വെള്ളയപ്പം ഉണ്ടാക്കിയിട്ട് ആർക്കും ശരിയാവണില്ലേ? അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ എങ്ങനെ വെള്ളയപ്പം ഉണ്ടാക്കുകയെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ പാത്രത്തിലാണ് അരിയും ഉഴുന്നും എല്ലാം കൂടി നമ്മൾ വെള്ളത്തിലിട്ട് വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ നാഴി അറിയാമല്ലോ, അരിയൊക്കെ അളന്നെടുക്കുന്ന ഒരു പാത്രത്തിൽ ഇത്രയാണ് കേട്ടോ അരി ഇടുന്നത്. അപ്പോൾ ആ ഒരു അളവിൽ അരി ഇട്ടു. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഒരു പിടി ഉഴുന്നേ വേണ്ടുള്ളൂ കേട്ടോ. കുറച്ച് ഉഴുന്ന് മതി വെള്ളത്തിന് വേണ്ടിയിട്ട്. അത്രയും ഉഴുന്നിട്ടു. ഇത് രണ്ടും കൂടിയിട്ട് നന്നായി വെള്ളം ഒഴിച്ചിട്ട് കുതിർത്തി വെക്കുക. കുതിർത്തി വെച്ചതിന് ശേഷം ഇതിൽ വേണ്ട ചേരുവകൾ നമുക്ക് ചേർത്താം. അപ്പോൾ അതേ ഉഴുന്ന് അരി ഞാൻ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാം. അപ്പോൾ ഒരു പാത്രം കുറച്ച് അതിൽ മുങ്ങി കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിൽ വേണ്ട നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേണം വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കുതിർത്തി വെച്ച പച്ചരിയും ഉഴുന്നുമാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു 4 മണിക്കൂർ എന്തായാലും കുതിർത്തി വെക്കണം. ഇപ്പോൾ ഒരു 5-6 മണിക്കൂറൊക്കെ ആയി കുതിർത്തി വെക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഈ വെള്ളത്തിൽ തന്നെയാണ് നമ്മളിത് വീണ്ടും അരയ്ക്കണത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ, അരമുറി തേങ്ങയില്ല കേട്ടോ, അതിൻ്റെ പകുതിയേ ഉള്ളൂ. അരമുറി, ഒരു 1/4 മുറിയോളം തേങ്ങയും പിന്നെ ചെറിയൊരു തവിക്ക് ഒരു തവി ചോറും, ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് വേണം നമുക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട്, ഒരുമിച്ച് വേണം അരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഈ ഒരു പാത്രത്തേക്ക് തന്നെ ഇടാം കേട്ടോ. ഇതിലേക്ക് തന്നെ ഇട്ടിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് 2 പ്രാവശ്യമായിട്ട് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാം. അപ്പോൾ ദോശേനേക്കാൾ കുറച്ചും കൂടി ലൂസ് വേണം കേട്ടോ നമ്മളെ ഈ അപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പിടാം കേട്ടോ. ഉപ്പിട്ടിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നാൽ തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇടാം. നമുക്കിതേ ഒരു സ്പൂണോളം പഞ്ചസാര, 1.5 സ്പൂണോളം പഞ്ചസാര കുറച്ചും കൂടെ ഇടാം കേട്ടോ, ഒരു മധുരമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇളക്കിയിട്ട് ഇതിൽ വേറെ ഈസ്റ്റോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ എന്നിട്ട് നമുക്കിത് നന്നായി ചൂടാറിയതിന് ശേഷം നന്നായിട്ടൊന്ന് അടച്ചു വെക്കാം കേട്ടോ. നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഓക്കെ. അപ്പോൾ അത് ഇന്നലെ വെച്ച നമ്മുടെ മാവ് ഇത്രയും ആയിട്ടുണ്ട് കേട്ടോ. നല്ല പൊന്തി നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി നോക്കാം. നമ്മുടെ മാവൊക്കെ നന്നായി പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതെടുത്ത് ഒഴിക്കേ വേണ്ടൂ. നന്നായി ഓക്കെ. അപ്പത്തിലൊക്കെ നിറച്ചും കുഴി വന്നിട്ടുണ്ട്. അപ്പം കണ്ടാൽ മതി, ആരും കുഴിയണണ്ട. അപ്പോൾ നമുക്കത് അടച്ചു വെക്കാം കേട്ടോ. അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വെക്കാം. ഓക്കെ. അപ്പോൾ അതേ നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അപ്പമായിട്ടുണ്ട്. ഇത് നമുക്കിത് എടുക്കാം. നല്ല ഇതായിട്ട് വന്നിരിക്കുകയാണ്. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് വെറുതെ തന്നെ ഇതിലേക്ക് ഇടാൻ പറ്റുന്നതാണ് കേട്ടോ. നമ്മുടെ വെള്ളയപ്പം റെഡിയായി. അപ്പോൾ അതുപോലെ തന്നെ എല്ലാം നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ വെള്ളയപ്പം റെഡി വന്നിട്ടുണ്ട്. നമ്മൾ കടലക്കറിയാണ് കേട്ടോ വെള്ളയപ്പത്തിന് വെച്ചിട്ടുണ്ട്. കടലക്കറി ഒഴിച്ച് തീക്കാൻ പോവാണ്.